പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുതൂമാട്ടിടയൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ പ്രാണസഖി എങ്കിലുമെന്നോമലാൽക്കു താമസിക്കാനിൻ കരളിൽ എങ്കിലുമെന്നോമലാൽക്കു താമസിക്കാനിൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കൊടിയിൽ കൺമണിയെ കൊണ്ടുപോകാം കാണാത്ത പൂങ്കൊടിയിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ പ്രാണസഖി പൊന്തിവരും സങ്കൽപ്പത്തിൻ പുന്നശോകമലർവനിയിൽ ചന്തമേഴും ചന്ദ്രിക തൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വീഥികളിൽ വേണുതൂമാട്ടിടയൻ പ്രാണസഖി വിജയൻ ചേച്ചി പ്രാണസഖി എന്ത് പറയണു? എങ്ങനെ പാടി? എന്താ പറയാൻ വയ്യ, അറിയില്ല. ഓക്കേ, അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ എന്തിനാ കഷ്ടപ്പെടാൻ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. We'll start with ഉണ്ണിമേനോൻ സർ. ഹായ് റിജിൻ. ഹായ് സാർ. ഈ ഒരു ഗാനത്തിന്റെ ക്രിയേറ്റേഴ്സിനെ നമുക്ക് നമസ്കരിക്കാം. ആദ്യം ബാബുരായ മാസ്റ്ററും ഭാസ്കർ മാസ്റ്ററും ദാസേട്ടനും. എന്തൊരു കോമ്പിനേഷൻ ആണല്ലേ. ഈ പാട്ട് സെലക്ട് ചെയ്തതിന് വളരെ വളരെ നന്ദിയുണ്ട്. കാരണം
താങ്ക് യു സാർ. ഈ പാട്ടിന്റെയൊക്കെ നമുക്ക് പാട്ട് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അല്ലെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. ഓരോ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ വളരെ ക്ലീൻ ആയിട്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇത്രയും മാച്ചിങ് ആയിട്ട് അല്ലെ പാട്ടുമായിട്ട് ഇത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും ഈ പാട്ടിനൊന്നും മരണമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ യോ ബ്രോഡ് ബാക്ക് ദാറ്റ് മാജിക് അഗെയിൻ റിജിൻ. വളരെ നന്നായിരുന്നു, അസലായി പാടി. ആ ഫീൽ, ആ പാട്ടിലൊരു ഒരു നൊമ്പരം, ഒരു വേദനയുണ്ട്. ആ വേദനയൊക്കെ കൊണ്ടുവന്നു. താങ്ക് യു സാർ. വളരെ നന്നായിരുന്നു. റിജിൻ കുറച്ചും കൂടി ഫസ്റ്റ് പല്ലവിയിലെല്ലാം ഫിനിഷ് ചെയ്യുന്ന കൊടുത്തിട്ടുണ്ടല്ലോ, വോയിസിന് ഒരു പിടുത്തം വന്നിരുന്നു. അതില്ലാണ്ട് അങ്ങനെ ലൂസ് ആയിട്ടുണ്ട്. ദാസേട്ടൻ്റെ ഒരു പണ്ടത്തെ സ്റ്റൈൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നിയത് ആ സംഗതികളെല്ലാം ഉണ്ടല്ലോ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് കുറച്ചും കൂടി പാടിയാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാം പാട്ട്. ഇത്രയും സീരിയസ്നെസ് കൊടുക്കണ്ട സ്റ്റേജിൽ. വളരെ സീരിയസ് ആണ് റിജിൻ സ്റ്റേജിൽ. നല്ലൊരു സ്മൈൽ ഉണ്ടല്ലോ, യു ക്യാൻ ബ്രിങ് ബാക്ക് ദാറ്റ്. ചില സ്ഥലത്ത് ആ പിടുത്തം വന്നത് മാത്രമേ പ്രശ്നമുള്ളൂ, പക്ഷെ ചില ഭാഗത്തൊക്കെ ഫീൽ വാസ് എക്സലന്റ്. ആ ഒരു നൊമ്പരമൊക്കെ ശരിക്കും കൊണ്ടത്. ഗുഡ് ലക്ക് ടു യു. താങ്ക് യു സാർ. താങ്ക് യു ഉണ്ണിമേനൻ സർ. മഞ്ജരി. റിജിൻ, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ ദിസ് ഇസ് എ മാജിക്കൽ സോങ് ആൻഡ് സോങ് സെലക്ഷൻ ഉഗ്രൻ, അസലായിട്ട് പാടി. എനിക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാനുള്ളത് ഈസ് റിജിൻ പാട്ട് പാടി എന്ന് പറയാം, പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ് പ്രാണസഖിയ ആലാപ്പെടുത്തതിലും ആദ്യത്തെ ആഡ്ലിബിലൊന്നും എനിക്ക് ആ ഒരു ഫീല് ഇങ്ങോട്ട് കുറച്ച് ഹാർഷായ മാതിരി എനിക്ക് ഫീൽ ചെയ്തു. പ്രാണസഖി എന്ന് പറഞ്ഞിട്ട് പാടുന്ന പോർഷൻ ഉണ്ടല്ലോ ആദ്യത്തെ അവിടുന്ന്, പിന്നെ പാട്ട് പഠിച്ചു പാടി, ദാറ്റ് ഇസ് ഓക്കെ. ആ ആസ്പെക്ട് ഓക്കെയാണ്, ദാറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ യു കുഡ് ഹാവ് ഗോട്ട് യുവർ സെൽഫ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് സോങ് കുറച്ചുകൂടി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പം ഐ തിങ്ക് കുറച്ചുകൂടി സമയം എടുത്ത് പഠിക്കേണ്ട ഒരു പാട്ടായിരുന്നു ഇത്. അല്ലാതെ വേറൊരു പ്രത്യേകിച്ച് ചില സ്ഥലത്ത് ശ്വാസം ഒരു പ്രശ്നമായിട്ട് കിനാക്കൾ, എനിക്കൊന്ന് ചരണത്തിലാണ് തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ തരര, ആ ലൈൻ അവിടെ. പിന്നെ കൽപ്പടവിൽ ലാസ്റ്റിൽ ഞാൻ പാടിയത് എന്തോ ഒരു പ്രാണസഖി ഞാൻ, അങ്ങനെയായിരുന്നു അത് ആ കുറച്ച് ഇംപെർഫെക്റ്റ് ആയിരുന്നു, ഒരു അൺസർട്ടൺ ആയിട്ട് ഫീൽ ചെയ്തു അവസാനിപ്പിച്ചത്. എനിക്ക് ഇതാണ് ഈ പാട്ടിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ആ ഭാവമാണ്, അതാണ് ശരിക്കും തറച്ചു കയറുന്നത്. ഒരു ദാസങ്കിൾ പാടുമ്പോഴത്തേക്ക് ആ പാട്ടിന്റെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നു. അപ്പം യു നീഡ് ടു വർക്ക് ഓൺ ഇറ്റ്. ഈ ചെറിയ പ്രായമാണ്, എന്നാലും ഇപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു മഞ്ജരി. ജോർജ് സർ. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി ദ സെയിം തിങ്. അപ്പൊ അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ്, ബട്ട് ഐഡ് ലൈക്ക് ടു പ്ലേസ് മൈ കോസ് ഓൾസോ ഹിയർ. കോസ് അല്ല, മൈ സ്റ്റേറ്റ്മെന്റ്. ദ തിങ് ഈസ്, ആദ്യത്തെ പല്ലവിയുടെ എൻഡ് വളരെ ഇൻഡെഫിനിറ്റ് ആയിരുന്നു. ദാറ്റ് ഈസ് ഈ സംഗതികൾ ഇങ്ങനെ ജസ്റ്റ് ദെയർ, ബട്ട് ഒരു കേർവ് ഇല്ല. അതായത് ഇറ്റ്സ് നോട്ട് ബ്ലെൻഡിങ് ഇൻ വെൽ. എന്തൊക്കെ ഒപ്പിച്ചൊക്കെ പാടുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, യു ഹാവ് ടു പ്രാക്ടീസ് ഹാർഡ്. പ്രാക്ടീസിന് കുറവുണ്ട്. അതായത് ഐ എം ടോക്കിംഗ് അബൌട്ട് യുവർ ബേസിക് ട്രെയിനിങ്. വെറുതെ യു ജസ്റ്റ് ലീവിങ് ഇറ്റ് ഓഫ് ഈസിലി. മോനെ പാടാൻ പറ്റും എന്നുള്ള ഒരു തോന്നലുള്ളുണ്ട്, അത് നല്ലതാണ്. ബട്ട് ലെറ്റ് ദാറ്റ് നോട്ട് ഗിവ് യു ഓവർ കോൺഫിഡൻസ്. ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ വരും. അത് ഈ പാട്ടിന് കാര്യമില്ലേ പറയണത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ബേസിക്കലി യുവർ സിംഗിങ്. എനിക്കിത് പാടാം എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് എനിമി. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റേജ് ഫിയർ നല്ലതാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു കൺട്രോൾ യുവർ ദ വേ യു സിംഗ്. അത് ഓവറായ പ്രശ്നമാണ്, മുട്ടക്കിടിക്കും. കുറഞ്ഞു പോയാൽ തോന്നിയ പോലെ പാടും. സോ യു ഹാവ് ടു ഹാവ് ഇറ്റ് ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ. ദാറ്റ് ഈസ് പ്രൈമറി. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇന്ദ്രനീല, just that word alone made a lot of difference. നല്ല ഫീൽ ആയിരുന്നു അത്. ആ ഫീൽ എൻജോയ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിന്റെ അടുത്ത വരിയിലേക്ക് കൊണ്ട് കളഞ്ഞു. ഐ എസ്പെഷ്യലി മെൻഷൻ ദാറ്റ് ഈവൻ താജ്മഹൽ ഞാൻ ഉയർത്താം, അതിന്റെ ഒരു ഡെഫിനേഷനും ഇത് തന്നെ സംഭവിച്ചിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് മോനെ ഇതെങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, പിന്നെയും പോകുന്നു.